1995 സെപ്റ്റംബർ 6-നായിരുന്നു മത്സരം. പെനാൽറ്റി ബോക്സിന് പുറത്തുനിന്ന് ഏതാണ്ട് 30 വാര അകലെ നിന്നാണ് ജാമി റെഡ്നാപ്പ് എന്ന ഇംഗ്ലണ്ട് താരം ആ ലോങ് ഷോട്ട് തൊടുത്തത്. ഉയർന്ന പൊന്തി കരിയില കിക്കിനെ അനുസ്മരിപ്പിച്ച് വലയിലേക്ക് ഊർന്നിറങ്ങുന്ന പന്ത്. സാധാരണ ഗോൾ കീപ്പർമാരാണെങ്കിൽ ആ പന്തിനെ കാത്തുനിന്ന് കൈപ്പിടിയിലൊതുക്കും. പക്ഷേ ഹിഗിറ്റ അയാൾ വ്യത്യസ്തനാണ്. മറ്റാർക്കും ചിന്തിക്കാനാകാത്ത ഭ്രാന്തമായ വഴിയെയാണ് അയാളുടെ സഞ്ചാരം. കയ്യിലൊതുക്കാമായിരുന്ന പന്തിനെയും അതടിച്ച ജാമിയെയും ഒരേപോലെ അപമാനിച്ചുകൊണ്ട് ഹിഗിറ്റ ഇരുകാലുകളിൽ ഗോൾ പോസ്റ്റിന് മുന്നിൽ നിന്ന് കുതിച്ചുയർന്നു. പിന്നെ കണ്ടത് സർക്കസിലെ ഒരു ട്രപ്പീസ് കളിക്കാരൻ്റെ മെയ്വഴക്കമായിരുന്നു. ഉയർന്നു ചാടി അയാളുടെ മനസ്സിൽ പന്തിൻ്റെ ഗതി കൃത്യമായി അളന്നിട്ടിരുന്നു. താഴ്ന്നു വന്ന പന്തിനെ ഉയർന്നു ചാടി ശരീരം മുന്നിലേക്ക് വളച്ച് നോട്ടം പന്തിലേക്ക് തന്നെ ഉറപ്പിച്ച അയാൾ ഇരുകാലുകളും വായുവിൽ പിന്നിലേക്ക് മടക്കി. കുത്താനായിരുന്ന ഒരു തേളിൻ്റെ വാലിനെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ആ ദൃശ്യം. മുകളിലേക്ക് ഉയർന്ന കാൽപാദങ്ങൾ കൊണ്ട് അയാൾ വായുവിൽ വെച്ച് തന്നെ പന്തിനെ മർദ്ദിച്ചകറ്റി. വന്ന വഴിയെ ആ പന്ത് മടങ്ങിപ്പോയി. പന്തടിച്ച ജാമിയും കളത്തിലുണ്ടായിരുന്ന മുഴുവൻ താരങ്ങളും ഗ്യാലറിയിലുണ്ടായിരുന്ന കാണികളും അമ്പരന്ന് വാപൊളിച്ചു നിന്നു. അവർ കണ്ണുകൾ ഒന്നുകൂടി തിരുമ്പി നോക്കി. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാൽപന്തിൻ്റെ ചരിത്രത്തിൽ പുതിയ നിയമം എഴുതുകയായിരുന്നു ഹിഗിറ്റ. കാൽപന്തിനെ ഗോളിക്ക് കാലുകൾ കൊണ്ടും അപമാനിക്കാം, അല്ലെങ്കിൽ നിലവിലെ വ്യവസ്ഥകളെ ചോദ്യം ചെയ്യാം. ഹിഗിറ്റയുടെ ആ രക്ഷാപ്രവർത്തനത്തെ റിവേഴ്സ് ബൈസിക്കിൾ കിക്കെന്നും ഹാമർ കിക്കെന്നും ചിലർ വിളിച്ചു. എന്നാൽ സ്കോർപിയോൺ കിക്കെന്നാണ് അതിനെ ലോകം വാഴ്ത്തിയത്. പോസ്റ്റിന് മുന്നിൽ പന്ത് കാത്തു നിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത ഇഷ്ടമല്ലായിരുന്നു ചുരുണ്ട മുടി നീട്ടി വളർത്തിയ ഹിഗിറ്റയ്ക്ക്. കളിയുടെ നിയതമായ വ്യവസ്ഥകളിലൂടെ സഞ്ചരിക്കാനേ ഹിഗിറ്റ ഇഷ്ടപ്പെട്ടില്ല. പന്തുമായി അയാൾ അതിവേഗം ബോക്സിന് പുറത്തേക്ക് ഇറങ്ങിയോടി. ഗോളടിക്കാൻ വെമ്പുന്ന ഗോളിയായിരുന്നു അയാൾ. പെനാൽറ്റികളും ഫ്രീ കിക്കുകളും ഹിഗിറ്റ ഏറ്റെടുത്തു. കൊളംബിയയ്ക്ക് വേണ്ടി 7-ഉം ക്ലബ് ഫുട്ബോളിൽ 41 തവണ അയാൾ എതിർവല കുലുക്കിയിട്ടുണ്ട്. ഗോളടിക്കാൻ വെമ്പുന്ന ഹിഗിറ്റയുടെ ശൈലി സ്വീപ്പർ കീപ്പർ എന്നാണ് അറിയപ്പെട്ടത്. ബോക്സിന് പുറത്തേക്കിറങ്ങി ഓടിയപ്പോൾ വലിയ നഷ്ടങ്ങളും പലതവണയും ഉണ്ടായി. 1990 ലോകകപ്പിൽ കൊളംബിയയുടെ പുറത്താകൽ ഹിഗിറ്റയുടെ പിഴവ് മൂലമായിരുന്നു.